2021 റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ 12th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി എം എഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഈക്വൽ ടു 0, 1, 2 അപ് ടു ഇൻഫിനിറ്റി lambda greater than 0. Suppose the value x equal to 0 cannot be observed. Find the PMF of the truncated random variable. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. എക്സിൻ്റെ ഒരു പി എം എഫ് ആണ് എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ എക്സിൻ്റെ വാല്യൂ 0, 1, 2 അപ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കളഞ്ഞാൽ കിട്ടുന്ന പി ഡി എഫിനെയാണ് നമ്മൾ ട്രങ്കേറ്റഡ് പി എം എഫ് ഓർ പി ഡി എഫ് എന്ന് പറയുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഡിസ്കാർഡ് ചെയ്താൽ കിട്ടുന്ന പി എം എഫിനെയാണ് ട്രങ്കേറ്റഡ് പി എം എഫ് എന്ന് പറയുക. സോ ട്രങ്കേറ്റഡ് പി എം എഫ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബെർണോളി, ബൈനോമിയൽ, പോസോൺ, നെഗറ്റീവ് ബൈനോമിയൽ, ഹൈപ്പർ ജോമെട്രിക് തുടങ്ങിയവ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയവ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിൽ വരുന്നതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഗാമ ഡിസ്ട്രിബ്യൂഷൻ, ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ മുതലായവ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂണിഫോം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്താണെന്നൊക്കെ. അതുപോലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും ഫെമിലിയർ ആയിരിക്കും. ഈ നോർമലി യൂണിഫോം എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. യൂണിഫോം നോർമൽ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം റേഞ്ച് വരുന്നത് ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ ഒരു ഇൻ്റർവെല്ലിനുള്ളിലാണ് വരുന്നത്. സോ അതെല്ലാം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. പോസോൺ ബൈനോമിയൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അവിടെ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂ കൗണ്ടബിൾ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എങ്ങനെയാണ് ഒരു ട്രങ്കേറ്റഡ് പി എം എഫ് കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു 0 എങ്ങനെ ട്രങ്കേറ്റഡ് പി എം എഫ് കണ്ടുപിടിക്കാം ഫോർ എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ? അതാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ് ട്രങ്കേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ? ജസ്റ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കാം. ട്രങ്കേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ: ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് ഓർ പി എം എഫ് എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ പി ഡി എഫോ പി എം എഫോ ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, പി ഡി എഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കേസിൽ പറയുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ പി ഡി എഫ് എന്നാണ് പറയുക. ഡിസ്ക്രീറ്റ് കേസിൽ പി ഡി എഫിനെ ഓർ എഫ് ഓഫ് എക്സിനെ നമ്മൾ പി എം എഫ് എന്നാണ് പറയുക. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ പി ഡി എഫ് എന്നും പി എം എഫ് എന്നും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് ഓർ പി എം എഫ് എഫ് ഓഫ് എക്സ്. The distribution of x is said to be truncated at the point x equal to a. ഓക്കെ, എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ പി ഡി എഫ് അല്ലെങ്കിൽ പി എം എഫ് ആണ് എഫ് ഓഫ് എക്സ്. സോ എക്സ് എന്ന പോയിന്റിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ട്രങ്കേറ്റഡ് എന്ന് പറയപ്പെടുകയാണ്. ഫോൾ ദ വാല്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആർ ഡിസ്കാർഡഡ്. ഓക്കെ, എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ട്രങ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ട്രങ്കേറ്റഡ് എന്ന് പറയുക എങ്ങനെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആർ ഡിസ്കാർഡഡ്. സോ എക്സ് എ ഉൾപ്പെടെയുള്ള എക്ക് തൊട്ട് താഴെയുള്ള എല്ലാ വാല്യൂകളും നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ പരിഗണിക്കുന്നില്ല. കാൽക്കുലേഷനിൽ നമ്മൾ എക്ക് താഴെയുള്ളതും എയും എല്ലാ വാല്യൂസും നമ്മൾ ഡിസ്കാർഡ് ചെയ്യാണ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുക. ഹെൻസ് ദ പി ഡി എഫ് ഓർ പി എം എഫ് ട്രങ്കേറ്റഡ് എക്സ് ഈക്വൽ ടു എ. സോ എക്സ് ഈക്വൽ ടു എയിൽ ട്രങ്കേറ്റഡിന് ശേഷം നമുക്ക് കിട്ടുന്ന പി ഡി എഫ് ഓർ പി എം എഫ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഓർ എക്സ് ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ.
ഒരു എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റ് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റ് ട്രങ്കേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് ഈക്വൽ ടു എയും എക്ക് തൊട്ട് താഴെയുള്ള എല്ലാ വാല്യൂകളും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. സോ അതിനുശേഷം ട്രങ്കേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ PDF കണ്ടുപിടിക്കാം? സോ അതിനുള്ള ഫോർമുലയാണ് ഇത്. സോ ട്രങ്കേറ്റഡ് PDF-നെയാണ് നമ്മൾ G of X എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. G of X എന്ന് പറഞ്ഞാൽ ട്രങ്കേറ്റഡ് PDF വിച്ച് ഈസ് ഈക്വൽ ടു F of X ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് X ഈക്വൽ ടു A. F of X എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. ഓക്കെ, ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ് F of X ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് X ഈക്വൽ ടു A. ഓക്കെ, സോ ഇതൊരു ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിൻ്റെ കേസിൽ പറയുന്നതാണ്. G of X ട്രങ്കേറ്റഡ് PDF G of X ഈക്വൽ ടു ഡിസ്ക്രീറ്റിൻ്റെ കേസിലാവുമ്പോൾ F of X ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ F of X. അതുപോലെ കണ്ടിന്യൂസിൻ്റെ കേസിലാവുമ്പോൾ F of X ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ A ടു ഇൻഫിനിറ്റി F of X dx. ഓക്കെ, ഇതാണ് ട്രങ്കേറ്റഡ് PDF എ എന്നൊരു പോയിന്റിൽ ട്രങ്കേറ്റഡ് ആയ ട്രങ്കേറ്റഡ് PDF കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കേസിൽ ട്രങ്കേറ്റഡ് PMF കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്നത് പോസോൺ ലാംഡയാണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ F of X എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുകയാണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ F of X NCX P raised to X Q raised to N minus X ആണ്. സോ അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ NP, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ എന്നും പിയും അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, സിമിലർലി ഇവിടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF E raised to minus lambda raised to X by X factorial ആണ്. സോ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എക്സ് ഫോളോ ചെയ്യുന്നത് പോസോൺ ലാംഡയാണ് ഇവിടെ പാരാമീറ്റർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്തെന്ന് എഴുതിയിട്ടുള്ളത്? എക്സ് ഫോളോ ചെയ്യുന്നത് പോസോൺ ലാംഡ എന്ന് എഴുതിയിട്ടുള്ളത്. സോ ലെറ്റ് എക്സ് ഫോളോ പോസോൺ ലാംഡ, then the PMF G of X of Poisson distribution at X equal to 0 is given by. സോ എങ്ങനെയാണ് ട്രങ്കേറ്റഡ് PMF കണ്ടുപിടിക്കുക? ട്രങ്കേറ്റഡ് PMF-നെ ഡിനോട്ട് ചെയ്യുന്ന G of X വെച്ചാണ്. സോ G of X equal to F of X divided by probability of X greater than 0. ജനറൽ ഫോർമുല എന്താണ്? G of X equal to F of X divided by probability of X ഗ്രേറ്റർ ദാൻ എ ആണ്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് 0 ആണ് അല്ലേ? ഇവിടെ 0-ലാണ് ട്രങ്കേഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ഥാനം 0 ടു. സോ ഇവിടെ നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എയും വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇത് രണ്ടും ഇക്വാലൻ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ എ. ഓക്കെ, സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0, 1, 2, 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0-ന് താഴെ വാല്യൂസ് നമ്മൾ അത് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 0-ക്ക് താഴെ -1, -2 വാല്യൂസ് ഉണ്ട്. പക്ഷേ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എടുക്കുന്നത്. സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0-ൽ എന്താണ് തൊട്ട് താഴെ വാല്യൂ വരുന്നില്ല. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 മാത്രമേ വരുള്ളൂ. അപ്പം ഇതിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്താ? ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 ഇട്ട് കൊടുത്ത് എന്ത് വരും?
ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. ലാംഡ റൈസ് ടു 0 1 ആണ്, 0 ഫാക്ടോറിയൽ 1 ആണ്. സോ നമുക്ക് ഇ റൈസ് ടു മൈനസ് ലാംഡ വരും. സോ ഈ ഒരു വാല്യൂവിനെ ഇവിടെ ഇട്ട് കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ട്രങ്കേറ്റഡ് പി എം എഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഈക്വൽ ടു 0യിൽ ട്രങ്കേറ്റ് ചെയ്താൽ കിട്ടുന്ന ട്രങ്കേറ്റഡ് പി എം എഫ് എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രങ്കേറ്റഡ് പി എം എഫ് കാണാനുള്ള ഫോർമുല എന്താ നോക്കുക. ഇതാണ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഈ ക്വസ്റ്റ്യനിൽ എ ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇട്ട് കൊടുത്തു. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0ൻ്റെ സ്ഥാനത്ത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്തത്. ഇവിടെ 0ക്ക് താഴെ വാല്യൂസ് വരുന്നില്ല, കാരണം നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്ന 0, 1, 2 അപ് ടു ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ വരുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 മാത്രമാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ലാംഡ വരും. സോ നമുക്ക് ഇത് കിട്ടും ആൻസർ. ഓക്കെ, അതാണ് 12th ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് വിത്ത് റെസ്പെക്റ്റീവ് പി ഡി എഫ് എഫ് ആൻഡ് ജി and distribution function capital F and capital G. Then show that probability of x less than y equal to integral minus infinity to infinity capital F of y into small g of y dy. Okay, ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. എക്സിൻ്റെ പി ഡി എഫ് ആണ് സ്മോൾ എഫ്, വൈൻ്റെ പി ഡി എഫ് ആണ് സ്മോൾ ജി, എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ എഫ്, വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ ജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ വൈ ഈക്വൽസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഇൻറ്റു ജി ഓഫ് വൈ ഡി വൈ. അതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. സോ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയ കാരണം അതിൻ്റെ ജോയിൻ്റ് പി ഡി എഫും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയ കാരണം ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആയത് കാരണം മാത്രമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്, അല്ലാത്ത പക്ഷം ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയ കാരണം ദെയർ ജോയിൻ്റ് പി ഡി എഫ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. Okay, now probability of x less than y equal to double integral f of xy dx dy ആണല്ലോ. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് ടോട്ടൽ ലിമിറ്റാണ് വരിക. ടോട്ടൽ ഫ്രം ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റാണ് ആദ്യത്തെ റേഞ്ച് എടുക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതിൻ്റെ റേഞ്ച്? എക്സിൻ്റെ റേഞ്ചാണ്. എപ്പോഴും ഡബിൾ ലിമിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ ടോട്ടൽ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മുതൽ ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെ ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് ഇൻ്റഗ്രൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സിലോ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലോ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ആണ്. എക്സ് ലെസ് ദാൻ വൈ അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ആവില്ലേ? സോ എക്സിൻ്റെ റേഞ്ച് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ആണ്. ഓക്കെ, വൈൻ്റെ ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി ആകും. ഓക്കെ, ഇവിടെ സ്പെസിഫൈ ചെയ്യാത്ത കാരണം
നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, വൈൻ്റെ ലിമിറ്റ് വരിക മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. എക്സിൻ്റെ ലിമിറ്റ് വരിക മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ആണ്. സോ ആദ്യത്തെ ഇൻ്റഗ്രൽ വൈ ഡിഫൈൻ ചെയ്യുന്നു, വൈ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. സെക്കൻഡ് ഇൻ്റഗ്രലിൽ എക്സിൻ്റെ റേഞ്ച് എടുക്കുക, എക്സിൻ്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു വൈ ആണ്. ഓക്കെ ഓക്കെ ദെൻ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് വൈൻ്റെ സ്ഥാനത്ത് എന്ത് പറയാം, എക്സ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈനെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. സോ അത് ഇവിടെ കൊടുത്തു, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, എക്സിൻ്റെ അതായത് ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ ഇടാം. സെക്കൻഡ് ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് ആണല്ലോ അത് ദെൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതിനെ ഒരുമിച്ച് എഴുതുക, വൈൻ്റെ ഒക്കെ സെപ്പറേറ്റ് എഴുതുക. എക്സിൻ്റെ എല്ലാം ഒരുമിച്ച് എഴുതുന്നു, വൈൻ്റെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതെന്താ നോക്കിയേ, ഇത് പറഞ്ഞ എന്താണ്, എഫ് ഓഫ് വൈ അല്ലേ, ക്യാപിറ്റൽ എഫ് ഓഫ് വൈ അല്ലേ. ഞാൻ എന്തെന്നാ പറഞ്ഞിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരിക അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് എപ്പോഴും വരിക. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അപ്പർ ലിമിറ്റ് എക്സ് ആയിരിക്കും വരിക. വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അപ്പർ ലിമിറ്റ് വൈ ആണ് വരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്, വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. സോ ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് വൈ എന്ന് എഴുതാലോ, ഓക്കെ, ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് വൈ ആണ്. ഇതെന്താണ്, ജി ഓഫ് വൈ എടുത്ത് എഴുതി ഇൻറ്റു ഡി വൈ. സോ ഇതെല്ലാം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അല്ലേ. ഓക്കെ, സോ സിൻസ് എഫ് ഓഫ് വൈ ക്യാപിറ്റൽ എഫ് ഓഫ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതാണ് പ്രൂഫ്. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, എക്സും വൈയും ഒരു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളാന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ പി ഡി എഫ് ആണ് സ്മോൾ എഫ്, വൈൻ്റെ പി ഡി എഫ് ആണ് സ്മോൾ ജി. എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ എഫ്, വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ ജി. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയ കാരണം അതിൻ്റെ ജോയിൻറ്റ് പി ഡി എഫിനെ എഫ് ഓഫ് എക്സ് വൈനെ എന്തെന്ന് എഴുതാം, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് എഴുതാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ, ഇത് ജനറലി ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ ജനറലി എഴുതുക ഇങ്ങനെയാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ അല്ലേ. സോ എഫ് ഓഫ് എക്സ് വൈനെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ കൊടുത്തു. എന്നിട്ട് എക്സിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതി, വൈൻ്റെ ടേംസിനൊക്കെ സെപ്പറേറ്റ് എഴുതി. സോ ഇത് പറഞ്ഞ എക്സിൻ്റെ റേഞ്ചാണ്. പിന്നെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇതെന്താണ്, ഇത് മൊത്തത്തിൽ പറയുമ്പോൾ എഫ് ഓഫ് വൈ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ആൻഡ് ബി എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ബൈ probability of xn equal to 0 which is equal to 1 minus 1 by n raised to r and probability of xn equal to n which is equal to 1 by n raised to r. So examine A. xn convergence in rth mean to 0. B. xn convergence in probability to 0. Okay. ഇവിടെ രണ്ട് കാര്യമാണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ രണ്ട് കാര്യമാണ് എക്സാമിൻ ചെയ്യാനുള്ളത്. എക്സ് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇൻ കേസ് ഓഫ് ആർത്ത് മീന്, അതുപോലെ തന്നെ എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടോ സീറോയ്ക്ക് ഇൻ കേസ് ഓഫ് പ്രോബബിലിറ്റി. ഇത് രണ്ടുമാണ് എക്സാമിൻ ചെയ്യാനുള്ളത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ എൻ റൈസ് ടു ആർ ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഈക്വൽ ടു n 1 ബൈ എൻ റൈസ് ടു ആർ ആണ്. സോ ആദ്യത്തെ കേസിൽ കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ. സോ കൺവേർജൻസ് ഇൻ ആർത്ത് മീന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ശരിക്കും കാണേണ്ടത്?
കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ എന്ന് പറഞ്ഞാൽ എക്സൻ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn minus all raised to r tends to 0 as n tends to infinity. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. കൺവേർജൻസ് ഇൻ ആർത്ത് മീനിൽ അതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn മൈനസ് 0 റൈസ് ടു r ടെൻസ് ടു 0 as n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നിൻ്റെ വാല്യൂ വലുതാവും തോറും എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn മൈനസ് 0 റൈസ് ടു r 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടോ അതാണ് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ റിക്വയേഴ്സ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ആർത്ത് പവർ ഓഫ് ദ ഡിഫറൻസ് ടു ഗോ ടു 0. ഓക്കെ, അത് തന്നെ, ആർത്ത് പവർ ഓഫ് ദ ഡിഫറൻസ് ഗോ ടു 0 അത് തന്നെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. ഓക്കെ, so we have to check if limit n tends to infinity expectation of mod xn minus 0 raised to r equal to 0. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ആദ്യം എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn raised to r കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് നമുക്കറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സമ്മേഷൻ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. സോ സിമിലർലി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? സമ്മേഷൻ എക്സ് റൈസ് ടു ആർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് അല്ലേ? സോ ഇവിടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn റൈസ് ടു ആർ ആണ്. സോ ആദ്യം എക്സ് ഈക്വൽ ടു 0യിൽ നോക്കുക. xn ഈക്വൽ ടു 0യിലുള്ള പ്രോബബിലിറ്റി എന്താണ്? 1 മൈനസ് 1 ബൈ n റൈസ് ടു ആർ ആണ്. xn ഈക്വൽ ടു എന്നിലുള്ള പ്രോബബിലിറ്റി 1 ബൈ n റൈസ് ടു ആർ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് xn റൈസ് ടു ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0 റൈസ് ടു ആർ ഇൻറ്റു 1 മൈനസ് 1 ബൈ n റൈസ് ടു ആർ പ്ലസ് n റൈസ് ടു ആർ ഇൻറ്റു 1 ബൈ n റൈസ് ടു ആർ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn റൈസ് ടു ആർ ഈക്വൽസ് 0 റൈസ് ടു ആർ ഇൻറ്റു 1 മൈനസ് 1 ബൈ n റൈസ് ടു ആർ പ്ലസ് n റൈസ് ടു ആർ ഇൻറ്റു 1 ബൈ n റൈസ് ടു ആർ. സോ ഈ ടേം എന്തായാലും 0 ആയിട്ട് പോകും. പിന്നെ ഇതും ക്യാൻസൽ ആകുമ്പോൾ 1 ആ വരിക. ഓക്കെ, സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn റൈസ് ടു ആർ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്, 0 അല്ല. സോ അതുകൊണ്ട് എന്ത് പറയാം? xn does not convergence in rth mean to 0. Okay, xn does not converges to 0 in rth mean. rth meanൽ കൺവേർജ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടതുള്ളൂ? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn റൈസ് ടു ആർ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ ആർത്ത് മീനിൽ കൺവേർജൻസ് ഉണ്ട്. ഇനി 0 അല്ല, വേറെ ഏതെങ്കിലും ഒരു വാല്യൂ, ഇൻഫിനിറ്റിയോ 1ഓ വേറെ ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് എന്തെന്ന് പറയാം? കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടോ എന്നാണ്. ഓക്കെ, സോ ഇത് ടു ചെക്ക് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഏതൊരു ആപ്സലോൺ എടുത്താലും വി ലുക്ക് അറ്റ് പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു n എന്താണ്? 1 ബൈ n റൈസ് ടു ആർ ആണ്. ഇവിടെ ഗിവൺ ആണ്. ഇവിടെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു n 1 ബൈ n റൈസ് ടു ആർ ആണ്. അത് ടെൻസ് ടു 0 as n ടെൻസ് ടു ഇൻഫിനിറ്റി ഫോർ r ഗ്രേറ്റർ ദാൻ 0. ഐ തിങ്ക് കൺവേർജൻസ് പി സീരീസിൻ്റെ കൺവേർജൻസ് അനുസരിച്ച് തോന്നുന്നു. പി സീരീസ് കൺവേർജ് ചെയ്യുക, ഐ തിങ്ക് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കൺവേർജ് ചെയ്യും. ലെസ് ദാൻ ആകുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ അത് ഡൈവേർജ് ചെയ്യും അല്ലേ? സോ ലിമിറ്റ് സോ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുക? ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we look at probability of mod xn minus 0 greater than or equal to epsilon. ഇത് ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഹിയർ പ്രോബബിലിറ്റി ഓഫ് xn ഈക്വൽ ടു n എന്താ? 1 ബൈ n റൈസ് ടു ആർ ആണ്.
which tends to 0 as n tends to infinity for all r greater than 0. rൻ്റെ വാല്യൂ 0നും കാട്ടി വലുതാണെങ്കിൽ 1/n⁻r 0ക്ക് ടെൻഡ് ചെയ്യും. 1/n 0ക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, 1/n² എല്ലാം 0ക്ക് ടെൻഡ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് r ഗ്രേറ്റർ ദാൻ 0 എടുത്തത്. അത് പി സീരീസിൻ്റെ കൺവേർജൻസ് അങ്ങനെയാണ്. പി സീരീസ് കൺവേർജ് ചെയ്യുക, അതായത് 1/n⁻p കൺവേർജ് ചെയ്യുക p ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. Therefore, limit n tends to infinity, probability of mod xn greater than or equal to epsilon equal to 0, xn thus converges in probability to 0. Okay. ഈ പ്രോബ്ലത്തിൽ എന്താണ്, കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷേ കൺവേർജൻസ് ഇൻ ആർക്ക് മീൻ ഇല്ല. സോ അതാണ് ഈ പ്രോബ്ലത്തിൽ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 15th question. Let x1, x2, etc. be IID random variable with the PDF f of x equal to alpha plus 1 divided by x raised to alpha plus 2, x greater than or equal to 1, alpha greater than 0. Does weak law of large number hold for sequence xn? Okay. x1, x2, etc. xn ഒരു IID റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ PDF ആണ് f of x equal to alpha plus 1 divided by x raised to alpha plus 2. ഇത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടാൽ മതി. ആ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ വെരിഫൈ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ എന്നാണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കാണണം, വേരിയൻസ് ഓഫ് എക്സും കാണണം. എന്നിട്ട് വേരിയൻസ് ഓഫ് എക്സ് കണ്ടിട്ട് 1/n² സമ്മേഷൻ വേരിയൻസ് ഓഫ് എക്സ് കെ ടെൻസ് ടു 0 ആണോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് വെരിഫൈ ചെയ്താൽ മതി. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ. സോ ഇവിടെ എന്താ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ, ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇതൊരു ബേസിക് തിയർ ഉണ്ടായി അങ്ങനെ. സോ നോക്കിക്കോളൂ. For a sequence of IID random variable, the weak law of large number hold if the expected value, that is expectation of x, exists and is finite. If the mean is finite, the sample mean will converge in probability to the population mean as n increases. Okay. Mean ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും കൺവേർജ് ചെയ്യും ആസ് n increases. അതാണ് പറയുന്നത്. സാമ്പിൾ സൈസ് കൂടുന്തോറും സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും കൺവേർജ് ചെയ്യും. ഓക്കെ. സോ ജസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ആൽഫ പ്ലസ് 2 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to infinity എക്സ് ഇൻറ്റു ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ആൽഫ പ്ലസ് 2 ഡി എക്സ്. ആൽഫ പ്ലസ് 1 ഒരു കോൺസ്റ്റൻ്റ് ആയ കാരണം പുറത്തേക്ക് എടുത്തു, ഔട്ട്സൈഡ് എടുത്തു. സോ ആൽഫ പ്ലസ് 1 ഇൻ്റഗ്രൽ 1 to infinity 1 by എക്സ് റൈസ് ടു ആൽഫ പ്ലസ് 1. ഓക്കെ. ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട് അല്ലേ, ഇവിടെ അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സ് റൈസ് ടു ആൽഫ പ്ലസ് 2 ഉണ്ട്. ഈ എക്സിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും, ഡിനോമിനേറ്ററിൽ ആൽഫ പ്ലസ് 2 മൈനസ് 1 വരില്ലേ. സോ അതാണ് ഇവിടെ എക്സ് ആൽഫ പ്ലസ് 1 ആയത്. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്ത് എന്തെന്ന് കിട്ടും, ആൽഫ പ്ലസ് 1 ബൈ ആൽഫ എന്ന് കിട്ടും. ഇവിടെ ആൽഫേൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കിയേ, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ. സോ 0 എന്ന വാല്യൂ എടുക്കുന്നില്ല. ആൽഫേൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 1, 2 അങ്ങനെയല്ലേ വരിക. ഓക്കെ. സോ ഇവിടെ ആൽഫ 1 കൊടുത്താൽ എന്താ വരിക, ഫോർ ആൽഫ ഈക്വൽ ടു 1 കൊടുത്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താ വരിക, 2/1 വരിക അല്ലേ.
ഒരു ഫൈനൈറ്റ് വാല്യൂ ഇല്ല കിട്ടുന്നത്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1/α, ആൽഫ ഗ്രേറ്റർ ദാൻ 0. ഈ ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ബൈ ക്വസ്റ്റ്യനിലെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദ റിസൾട്ട് ഈസ് ഓൾവേസ് എ ഫൈനൈറ്റ് കോൺസ്റ്റന്റ് സിൻസ് ദ മീൻ ഈസ് ഫൈനൈറ്റ്. ഒരു മീൻ ഇവിടെ ഫൈനൈറ്റ് ആണ്. വേരിയബിൾസ് IID ആയ കാരണം ദ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ഫോർ ദ സീക്വൻസ്. സോ മീൻ ഫൈനൈറ്റും ആണ്, വേരിയബിൾസ് IID ആയ കാരണം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഈ സീക്വൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ തന്നിട്ടുള്ള PDF-ൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടു നോക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടു നോക്കുമ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ഫൈനൈറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ വേരിയബിൾസ് IID കൂടി ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ആൽഫയാണ്. ഓക്കെ, ഈ ആൽഫ ഈ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആൽഫേൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അപ്പോൾ ഒരിക്കലും ആൽഫയ്ക്ക് 0 എന്നുള്ള വാല്യൂ വരുന്നില്ല. ആൽഫയ്ക്ക് വരുന്ന വാല്യൂ 1 മുതലാണ് വാല്യൂ വരുള്ളൂ. അപ്പോൾ 1 മുതലുള്ള ഏത് വാല്യൂ ഇട്ടാലും എന്താണ്, ആൽഫ പ്ലസ് 1/α ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ വരിക, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ വരിക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫൈനൈറ്റ് ആണ്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ആൽഫേൻ്റെ വാല്യൂ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫൈനൈറ്റ് വരില്ല, കാരണം ആൽഫേൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആൽഫേൻ്റെ വാല്യൂ 0 ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആൽഫേൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആവും അല്ലേ. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയാൽ അതിനർത്ഥം എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫൈനൈറ്റ് അല്ല. സോ അതുകൊണ്ട് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യണില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഇവർ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആൽഫ ഒരു ഗ്രേറ്റർ ദാൻ 0 ആയുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ആൽഫ ഡസ് ദ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ഫോർ ദ സീക്വൻസ് XK വിത്ത് പ്രോബബിലിറ്റി ഓഫ് XK ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് k റൈസ് ടു ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ആൽഫേൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആൽഫയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മൈനസ് k റൈസ് ടു ആൽഫയ്ക്കും പ്ലസ് k റൈസ് ടു ആൽഫയ്ക്കുമാണ്. മൈനസ് k റൈസ് ടു ആൽഫയിലുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, പ്ലസ് k റൈസ് ടു ആൽഫയിലുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്ന ആൽഫേനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. സോ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് XKയും വേരിയൻസ് ഓഫ് XKയും കണ്ടുപിടിക്കുക. എന്നിട്ട് വേരിയൻസ് ഓഫ് XK എന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടണം അല്ലേ. സോ ഫൈനൈറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് നോക്കുന്നത്. ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് XK കണ്ടുപിടിച്ചു. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് XK എന്താണ്, 2 വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. XK പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 വാല്യൂവിനാണ്, മൈനസ് k റൈസ് ടു ആൽഫയ്ക്കും k റൈസ് ടു ആൽഫയ്ക്കും. സോ മൈനസ് k റൈസ് ടു ആൽഫയിൽ 1/2 ആണ്, k റൈസ് ടു ആൽഫയിലും 1/2 ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് XK എന്താണ്, മൈനസ് k റൈസ് ടു ആൽഫ ഇൻറ്റു 1/2 പ്ലസ് k റൈസ് ടു ആൽഫ ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ളത് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഇവിടെ എഴുതാം, ഞാനത് എഴുതാൻ വിട്ടുപോയതാണ് ആക്ച്വലി. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ആദ്യത്തെ എക്സിൻ്റെ സ്ഥാനത്ത് വരിക k റൈസ് ടു ആൽഫ വരും, അവിടുത്തെ പി ഓഫ് എക്സ് എന്താ 1/2 ആണ്, പ്ലസ് അടുത്ത എക്സ് മൈനസ് k റൈസ് ടു ആൽഫയാണ്, അവിടുത്തെ പ്രോബബിലിറ്റി 1/2 ആണ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ 0 ആണ് വരിക അല്ലേ.
സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ 0 കിട്ടി. സിൻസ് ദ മീൻ ഈസ് 0 ഫോർ ഓൾ കെ, ദ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ വിൽ ഹോൾഡ് ഇഫ് ദ സാമ്പിൾ ആവറേജ് കൺവേർജസ് ടു 0. ഒന്നുമില്ല, മീൻ 0 ആണ്. മീൻ 0 ആണെങ്കിൽ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യപ്പോഴാണ് സാമ്പിൾ ആവറേജ്, അതായത് എക്സ് ബാർ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ വേരിയൻസ് കാണണം. സോ വേരിയൻസ് ഓഫ് എക്സ് കെ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ മീൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ 0ൻ്റെ സ്ക്വയർ 0 ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി മൊത്തത്തിൽ 0 ആയിട്ട് പോകും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ സ്ക്വയർ എന്താണ്? കെ റൈസ് ടു ആൽഫ. ഇതാണ് കെ റൈസ് ടു ആൽഫ. കെ റൈസ് ടു ആൽഫ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് മൈനസ് കെ റൈസ് ടു ആൽഫ റൈസ് ടു സ്ക്വയർ ഇൻറ്റു 1/2. സോ എന്ത് കിട്ടും? കെ റൈസ് ടു 2 ആൽഫ കിട്ടും. ഓക്കെ അല്ലേ? സോ വേരിയൻസ് ഓഫ് എക്സ് കെ കിട്ടുന്നത് കെ റൈസ് ടു 2 ആൽഫയാണ്. ഇനി നോക്കിയേ, ഫോർ എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഹോൾഡ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഇഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് കെ ബൈ കെ സ്ക്വയർ ഒരു ഫൈനൈറ്റ് വാല്യൂ ആകുമ്പോഴാണ്. അതായത് മറ്റേ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പറിൽ എന്താണ്? 1/n² സമ്മേഷൻ വേരിയൻസ് ഓഫ് എക്സ് കെ ബൈ വേരിയൻസ് ഓഫ് എക്സ് കെ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ വരിക 1/n² ആണ്. ഓക്കെ, 1/n² ആണ് വരിക. ഇത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പറിൽ. ഇനി സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പറിൽ വരിക 1/k² അല്ലെങ്കിൽ സമ്മേഷൻ വേരിയൻസ് ഓഫ് എക്സ് കെ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഫൈനൈറ്റ് ആവുക. അങ്ങനെയാണ് വരിക. ഇവിടെ ഡിനോമിനേറ്ററിൽ k² ആണ് വരിക കേട്ടോ. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പറിലാണ് ഡിനോമിനേറ്ററിൽ n² വരിക. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ താഴത്ത് n² ആണ് രണ്ടിലും എഴുതിയുള്ളത് തോന്നുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് തിരുത്തിക്കോളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫോർ എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഫോർ എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഹോൾഡ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഇഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് കെ ഫൈനൈറ്റ് ആവുമ്പോൾ, വേരിയൻസ് ഓഫ് എക്സ് കെ ബൈ കെ സ്ക്വയർ ഫൈനൈറ്റ് ആവുമ്പോൾ. ഓക്കെ, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വേരിയൻസ്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് കെൻ്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ച വേരിയൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ കെ റൈസ് ടു 2 ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ k². ഈ ഡിനോമിനേറ്ററിലുള്ള k² മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ കെ റൈസ് ടു 2 ആൽഫ കെ റൈസ് ടു 2 ആൽഫ മൈനസ് 2 വരും. ഇതെങ്ങനെയാണ് മനസ്സിലായല്ലോ? കെ റൈസ് ടു 2 ആൽഫ k² ന്യൂമറേറ്ററിലേക്ക് ഉണ്ടായപ്പോൾ കെ റൈസ് ടു 2 ആൽഫ മൈനസ് 2 ആണ് വരിക. ഓക്കെ ഓക്കെ To check the convergence, we treat this as P series by rewriting as 1/n raised to P, where P equal to 2 minus 2 alpha. ഓക്കെ, ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ പി സീരീസ് വെച്ചിട്ടാണ്. 1/k raised to 2 minus 2 ആൽഫയാണ്. ഇവിടെ 1/n raised to P. സോ എന്നിൻ്റെ സ്ഥാനത്ത് k ആണ്, പിൻ്റെ സ്ഥാനത്ത് 2 minus 2 ആൽഫയാണ്. അപ്പോൾ കൺവേർജ് ചെയ്യുക, അതായത് ഇത് കൺവേർജ് ചെയ്യപ്പോഴാണ് 2 minus 2 ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ്. സോ 2 minus 2 ആൽഫ ഗ്രേറ്റർ ദാൻ 1. സോ 2 ഗ്രേറ്റർ ദാൻ 2 ആൽഫ, സോറി 1 ഗ്രേറ്റർ ദാൻ 2 ആൽഫ. സോ ആൽഫ ലെസ് ദാൻ 1/2. So strong law of large number hold if alpha less than 1/2. ആൽഫേൻ്റെ വാല്യൂ ലെസ് ദാൻ 1/2ലാണ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ആൽഫ ഡസ് ദ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ഫോർ ദ സീക്വൻസ് എസ് കെ. സോ ഏത് ആൽഫയ്ക്കാണ് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുക? സോ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ കണ്ടു.
വേരിയൻസ് ഓഫ് എക്സ് കെ കണ്ടു. സോ വേരിയൻസ് ഓഫ് എക്സ് കണ്ടപ്പോൾ കെ റൈസ് ടു 2 ആൽഫയാണ് കിട്ടിയത്. ദെൻ ഒരു സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇത് അല്ലേ. ഇഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity വേരിയൻസ് ഓഫ് എക്സ് കെ ബൈ കെ സ്ക്വയർ ലെസ് ദാൻ ഫൈനൈറ്റ്. ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടണം. ഓക്കെ, സോ ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് കെയുടെ സ്ഥാനത്ത് നേരത്തെ കണ്ടുപിടിച്ച വേരിയൻസ് ഓഫ് എക്സ് കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ കെ റൈസ് ടു 2 ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity കെ റൈസ് ടു 2 ആൽഫ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഈക്വൽ ടു 1 to infinity കെ റൈസ് ടു 2 ആൽഫ മൈനസ് 2 കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുന്നത് പി സീരീസ് വെച്ചിട്ടാണ്. സോ പി സീരീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക സമ്മേഷൻ 1 by n റൈസ് ടു പിക്കാണ്. സോ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ക്വാണ്ടിറ്റീനെയും എഴുതുക. സോ ഈ നമ്മുടെ ക്വാണ്ടിറ്റീനെ പി സീരീസിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ എന്തെന്ന് കിട്ടും? ഇങ്ങനെ കിട്ടും. സമ്മേഷൻ 1 by കെ റൈസ് ടു 2 മൈനസ് 2 ആൽഫ എന്ന് കിട്ടും. ഓക്കെ, സോ പി സീരീസ് കൺവേർജ് ചെയ്യപ്പോഴാണ് പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ്. ഇവിടെ പിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? 2 മൈനസ് 2 ആൽഫയാണ്. സോ 2 മൈനസ് 2 ആൽഫ ഗ്രേറ്റർ ദാൻ 1 വിച്ച് മീൻസ് 1 ഗ്രേറ്റർ ദാൻ 2 ആൽഫ. സോ ആൽഫ ലെസ് ദാൻ 1/2. ഇവിടെ 1 ആണ് കേട്ടോ വരിക. അത് ഞാൻ എഴുതുമ്പോൾ എന്താ മിസ്റ്റേക്ക് പറ്റിയാണ്. സോ ആൽഫേൻ്റെ വാല്യൂ ലെസ് ദാൻ 1/2 വരും. സോ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആൽഫേൻ്റെ വാല്യൂ ലെസ് ദാൻ 1/2 ആവുമ്പോഴാണ്. ഓക്കെ, ഇതാണ് ആ പ്രൂഫ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. For the distribution defined by the PDF f of x equal to beta alpha raised to beta divided by x raised to beta plus 1 x greater than or equal to alpha, show that moments of order n exist if and only if n less than beta. If beta less greater than 2, find the mean and variance of the distribution. Okay. ഒരു PDF തന്നിട്ടുണ്ട്. PDF ആണിത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ റൈസ് ടു ബീറ്റ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബീറ്റ പ്ലസ് 1 എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. ഓക്കെ, നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? ഷോ ദാറ്റ് മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ n exist if and only if n less than beta. എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ബീറ്റ ആയാൽ മാത്രമാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് ഷോ ചെയ്യണം. അതിനുശേഷം ബീറ്റ ഗ്രേറ്റർ ദാൻ 2 ആവുമ്പോൾ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ 3 കാര്യമാണ് ചെയ്യാനുള്ളത്. n ലെസ് ദാൻ ബീറ്റ ആകുമ്പോൾ മാത്രമാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പ്രൂവ് ചെയ്യണം. ദെൻ അതിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക നോക്കാം. കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് nth ഓർഡർ മൊമെൻറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ഇൻഫിനിറ്റി. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റാണ്, ഇൻഫിനിറ്റി ആണ് ഇവിടെ അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയല്ലേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ എക്സിൻ്റെ വാല്യൂ ആൽഫ മുതൽ അങ്ങോട്ട് മുകളിലോട്ടാണ്. സോ ഏറ്റവും താഴെയുള്ള വാല്യൂ ആൽഫയാണ്, ലോവർ ലിമിറ്റ് ആൽഫയാണ്, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n എന്തായിരിക്കും? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n
എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും അല്ലേ? ഓക്കെ, സോ അതാണ് ഇവിടെ, ഓക്കെ. സോ ഇവിടെ നോക്കിയേ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ? ഇൻ്റഗ്രൽ അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ആൽഫയാണ്, സോറി അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്, ലോവർ ലിമിറ്റ് ആൽഫയാണ്, ഇൻറ്റു എക്സ് റൈസ് ടു എൻ ബീറ്റ ആൽഫ റൈസ് ടു ബീറ്റ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബീറ്റ പ്ലസ് 1 ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ഇൻഫിനിറ്റി, ആൽഫയാണ് ഇവിടെ ലോവർ ലിമിറ്റ്, ഇൻഫിനിറ്റിയാണ് അപ്പർ ലിമിറ്റ്, എക്സ് റൈസ് ടു എൻ ഇൻറ്റു ബീറ്റ ആൽഫ റൈസ് ടു ബീറ്റ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബീറ്റ പ്ലസ് 1 ഡി എക്സ്. ഇവിടെ ബീറ്റ ആൽഫ റൈസ് ടു ബീറ്റ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കാം. ദെൻ വരുന്നത് ആൽഫ ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ മൈനസ് ബീറ്റ മൈനസ് 1 ഡി എക്സ്. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് റൈസ് ടു ബീറ്റ മൈനസ് 1 ഉണ്ട്, ന്യൂമറേറ്ററിൽ എക്സ് റൈസ് ടു എൻ ഉണ്ട്. സോ എക്സിൻ്റെ പവറിലുള്ള എല്ലാത്തിനും ഒരുമിച്ച് എഴുതിയപ്പോൾ എന്തെന്ന് കിട്ടി? എക്സ് റൈസ് ടു എൻ മൈനസ് ബീറ്റ മൈനസ് 1 ഡി എക്സ് കിട്ടി. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എന്താണ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്താണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അല്ലേ? സോ അതുപോലെ തന്നെ എക്സ് റൈസ് ടു എൻ മൈനസ് ബീറ്റ മൈനസ് 1നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സ് റൈസ് ടു എൻ മൈനസ് ബീറ്റ മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ മൈനസ് ബീറ്റ മൈനസ് 1 പ്ലസ് 1 അങ്ങനെ കിട്ടും. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ദെൻ ഫോർ ദ ഇൻ്റഗ്രൽ ടു കൺവേർജ്, ഒരു ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യണമെങ്കിൽ ദ പവർ ഓഫ് എക്സ് മസ്റ്റ് ബി നെഗറ്റീവ്. എന്താണ് കണ്ടീഷൻ? ഈ ഒരു ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ പവർ നെഗറ്റീവ് ആയിരിക്കണം. എക്സിൻ്റെ പവർ ഇവിടെ എന്താണ്? ഈ -1ഉം +1ഉം ക്യാൻസലായിട്ട് പോയി. പിന്നെ വരുന്നത് എക്സിൻ്റെ പവർ n മൈനസ് ബീറ്റയാണ്. ഈ n മൈനസ് ബീറ്റ ഒരു നെഗറ്റീവ് വാല്യൂ ആവണം. സോ n മൈനസ് ബീറ്റ നെഗറ്റീവ് ആവണമെങ്കിൽ n മൈനസ് ബീറ്റ <0 ആവണം, വിച്ച് ഇംപ്ലൈസ് n ബീറ്റ ആവണം. ഇതല്ലേ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ n എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ബീറ്റ. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ അത്? For the integral to converge, the power of x must be negative. Therefore, nth moment exists if and only if n less than beta. Okay, മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n കാണുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n കണ്ടിട്ട് ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ പവർ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? n മൈനസ് ബീറ്റ -1 + 1 ആണ്. -1 + 1 0 ആയിട്ട് പോകും. ഇത് 0 ആയിട്ട് പോകും അല്ലേ? ഓക്കെ, 0 ആയിട്ട് പോയാൽ പിന്നെ എന്താ ഉള്ളത്? n മൈനസ് ബീറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ n മൈനസ് ബീറ്റ നെഗറ്റീവ് വാല്യൂ ആവണമെങ്കിൽ എന്താണ്? <0 ആവണം. സോ വിച്ച് ഇംപ്ലൈസ് n ബീറ്റ. സോ n ബീറ്റ ആയാൽ മാത്രമാണ് മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ n എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ബീറ്റ > 2 ആണെങ്കിൽ ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ബീറ്റ > 2 ആണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ, അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും കണ്ടെത്തണം. നോക്കാം ഇവിടെ തന്നെ. ഓക്കെ, സോ മീന് കണ്ടെത്താൻ എന്താ ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുക. വേരിയൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. സോ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും കാണണം, എന്നിട്ട് വേണം വേരിയൻസ് ഓഫ് എക്സ് കാണാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n കണ്ടിട്ടുണ്ട്. സോ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് ലിമിറ്റ് കൊടുത്താൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടും. n-ൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. n-ൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ഡയറക്റ്റ് ആയിട്ട് കാണാം. അങ്ങനെ കാണാം. അല്ലെങ്കിൽ എന്താണ്? ആദ്യം മുതൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ അങ്ങനെയും കാണാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ
ആൽഫ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ബീറ്റ ആൽഫ റൈസ് ടു ബീറ്റ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബീറ്റ പ്ലസ് 1 ഡി എക്സ്. സോ ബീറ്റ ആൽഫ റൈസ് ടു ബീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുക്കാം. സോ എന്ത് കിട്ടും? ബീറ്റ റൈസ് ടു ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു മൈനസ് ബീറ്റ ഡി എക്സ് ആണ്. സോ ഇവിടെ പിന്നുള്ളത് ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് ബീറ്റ പ്ലസ് 1 ഉണ്ട്. സോ ഇത് മുകളിലേക്ക് പോയാൽ എക്സിൻ്റെ പവറിലുള്ള എല്ലാം ഒരുമിച്ച് ചെയ്ത് എന്താ കിട്ടുക? എക്സ് റൈസ് ടു മൈനസ് ബീറ്റ അല്ലേ വരിക. സോ അതെല്ലാം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്താൽ നമുക്ക് ബീറ്റ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാം. ഇതേപോലെ തന്നെ പക്ഷേ എക്സ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ് വരിക. ഇവിടെ എക്സ് സ്ക്വയർ ആച്ചെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ് വരിക. ഓക്കെ ഓക്കെ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആണ് വരിക. ഓക്കെ, ഓക്കെ, then expectation of x square equal to integral alpha to infinity x square into beta into alpha raised to beta divided by x raised to beta plus 1 dx. then x ൻ്റെ പവറുള്ളതിനെല്ലാം ഒരുമിച്ച് എഴുതുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടി? ബീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് 2 കിട്ടി. ഓക്കെ, നൗ വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയത് ബീറ്റ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് 2 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് എന്താണ്? ബീറ്റ ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് 1 ആണ്. സോ അതിൻ്റെ സ്ക്വയർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അത് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. സോ ബീറ്റ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ ബീറ്റ മൈനസ് 2 മൈനസ് ബീറ്റ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ ബീറ്റ മൈനസ് 1 സ്ക്വയർ അല്ലേ. സോ ബീറ്റയും ആൽഫ സ്ക്വയറും രണ്ടിലും കോമൺ ആണ്. സോ കോമൺ ആയുള്ളതിനെ പുറത്തേക്ക് എടുത്തു. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ക്യാൻസലായി പോകേണ്ടതൊക്കെ ക്യാൻസലായി പോയി. ദെൻ നമുക്ക് വേരിയൻസ് എന്ത് കിട്ടി. ഓക്കെ ഓക്കെ അല്ലേ. സോ ഈ ക്വസ്റ്റ്യനിൽ 3 കാര്യമാണ്. ഒന്ന്, n ലെസ് ദാൻ ബീറ്റയിൽ മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രൂവ് ചെയ്യുക. മീൻ കണ്ടെത്തുക, വേരിയൻസ് കണ്ടെത്തുക. സോ മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു n കണ്ടുപിടിക്കുക. എന്നിട്ട് ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യപ്പോഴാണ് എക്സിൻ്റെ പവർ ലെസ് ദാൻ ഫൈനൈറ്റ് ആവുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ എക്സിൻ്റെ പവർ നെഗറ്റീവ് വാല്യൂ ആവുമ്പോൾ. സോ എക്സിൻ്റെ പവർ ഇവിടെ n മൈനസ് ബീറ്റയാണ്. n മൈനസ് ബീറ്റ നെഗറ്റീവ് വാല്യൂ ആവും എപ്പോഴാണ്? n മൈനസ് ബീറ്റ ലെസ് ദാൻ 0. സോ n ലെസ് ദാൻ ബീറ്റ. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മളത് പ്രൂവ് ചെയ്തു. ദെൻ സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മൊമെൻറ്റ്സ് ഓഫ് ഓർഡർ n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ദെൻ മീനും വേരിയൻസും കണ്ടെത്തുക. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. 18th ക്വസ്റ്റ്യൻ. ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് PDF f of x equal to 1/2 lambda expectation of minus mod x minus mu by lambda minus infinity less than x less than infinity lambda greater than 0 minus infinity less than mu less than infinity obtain the MGF, hence obtain its mean and variance. ഓക്കെ, നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് പറയുന്ന പേരെന്താണെന്നറിയോ? ഇതാണ് ഡബിൾ എക്സ്പോണൻഷ്യൽ. നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തോളൂ. സോ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സിൻ്റെ റേഞ്ച് -∞ to ഇൻഫിനിറ്റി ആണ്. മീനിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ മ്യൂവിൻ്റെ റേഞ്ച് -∞ to ഇൻഫിനിറ്റി ആണ്. ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇതിൻ്റെ MGF ആദ്യം കണ്ടുപിടിക്കണം. MGF കണ്ടിട്ട് നമ്മൾ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. സോ 2023 ഒരു പേപ്പറിൽ
ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എം എക്സ് ഓഫ് ടി കണ്ടുപിടിക്കണം. സോ എം എക്സ് ഓഫ് ടി കണ്ടുപിടിക്കുക എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇ റൈസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു എം എക്സ് ഓഫ് ടി കിട്ടും. എന്നിട്ട് പിന്നെ എം എക്സ് ഓഫ് ടിന്ന് മീൻ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഈ എം എക്സ് ഓഫ് ടിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ മീൻ കിട്ടും, അല്ലെങ്കിൽ μ1 കിട്ടും. ദെൻ μ2 കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? അതായത് സെക്കൻഡ് റോ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? എം എക്സ് ഓഫ് ടീനെ 2 തവണ ഡെറിവേറ്റീവ് എടുത്തിട്ട് ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവിന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവിന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും കിട്ടി. ദെൻ വേരിയൻസ് കാണാൻ എന്താ ചെയ്യുക? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കിത് ഇവിടെ എങ്ങനെയാണ് ചെയ്തുള്ളത് നോക്കാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മുടെ ഗിവൺ എഫ് ഓഫ് എക്സ് എന്താണ്? 1/2 ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് മോഡ് എക്സ് മൈനസ് മ്യൂ ബൈ ലാംഡയാണ് അല്ലേ? എക്സിൻ്റെ റേഞ്ച് -∞ ടു ഇൻഫിനിറ്റി ആണ്, മ്യൂവിൻ്റെ റേഞ്ച് -∞ ടു ഇൻഫിനിറ്റി ആണ്, ലാംഡ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ദെൻ എം എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് which is equal to integral -∞ to infinity e raised to tx into f of x dx. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുൾ റേഞ്ച് എടുക്കണം, കാരണം എക്സിൻ്റെ റേഞ്ച് -∞ to ഇൻഫിനിറ്റി ആണ് അല്ലേ? സോ -∞ to ഇൻഫിനിറ്റി e raised to tx into f of x dx. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 1/2 ലാംഡ e raised to minus mod x minus mu by lambda dx. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യലിൻ്റെ പവറിൽ കുറച്ചധികം വേരിയബിൾസ് ഉണ്ട് അല്ലേ? സോ നമുക്ക് അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഈ എക്സ് മൈനസ് മ്യൂവിന്. സോ ലെറ്റ് വി ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് വി ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വി എന്താണ്? ഡി എക്സ് തന്നെയാണ്. ഡി വി ഈക്വൽ ടു ഡി എക്സ് അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെല്ലാം ഇവിടെ വി ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എന്നുള്ളത് നമ്മുടെ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി എക്സ് ആണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കാം? വി പ്ലസ് യു എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തത് വി ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എന്നായിരുന്നു. സോ ഇതിന് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? വി പ്ലസ് മ്യൂ എന്ന് കിട്ടും അല്ലേ? സോ എക്സിൻ്റെ സ്ഥാനത്ത് വി പ്ലസ് മ്യൂ എന്ന് കൊടുത്തു. ദെൻ 1/2 ലാംഡയ്ക്ക് മാറ്റല്ല, അങ്ങനെ തന്നെ എഴുതി. ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂവിൻ്റെ സ്ഥാനത്ത് വി കൊടുക്കാം. ഓക്കെ, എക്സ് മൈനസ് മ്യൂവിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വി കൊടുത്തു. ലാംഡ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി വൈ. ഓക്കെ, അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡി എക്സ് ഈക്വൽ ടു ഡി വൈ കൊടുത്തു. അപ്പോൾ ഇനി വി ഇല്ലാത്ത ടേംസൊക്കെ ഇൻ്റഗ്രലിന് ഔട്ട്സൈഡ് എടുക്കുക. സോ വി ഇല്ലാത്ത ടേംസൊക്കെ ഇൻ്റഗ്രലിന് ഔട്ട്സൈഡ് എടുക്കുക. സോ എന്ത് വരും? ഇ റൈസ് ടു, ഇവിടെ നോക്കിയേ, ഇ റൈസ് ടു ടി വി പ്ലസ് യുവിനെ നമുക്ക് എന്ത് ചെയ്താം? ഇ റൈസ് ടു ടി വി ഇൻറ്റു ഇ റൈസ് ടു ടി യു. ഓക്കെ, സോ ഈ ഒരു ടേമിൽ വി ഇല്ലല്ലോ. സോ ഈ ടേമിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? പുറത്തേക്ക് എടുക്കാം, അതായത് ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുക്കാം. സോ ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുത്തു. ഇ റൈസ് ടു യു ടി, ഇ റൈസ് ടു ടി വി പ്ലസ് യു ഈക്വൽ ഇ റൈസ് ടു ടി വി ഇൻറ്റു ഇ റൈസ് ടു ടി യു. ഓക്കെ, ഈ ഇ റൈസ് ടു ടി യുവിനെ ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി വി അല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വി ഉള്ള ടേംസ് മാത്രം ഇൻ്റഗ്രലിന് ഉള്ളിൽ മതി. ഓക്കെ, സോ ഇ റൈസ് ടു യു ടീനെ പുറത്തേക്ക് എടുത്തു. അതുപോലെ തന്നെ 2 ലാംഡയും ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനും പുറത്തേക്ക് എടുത്തു. ദെൻ
ഇനി എന്താ ഉള്ളത്? പിന്നെ ഉള്ളത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മോഡ് വി ബൈ ലാംഡ ഡി വി ആണ്. ഓക്കെ, ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം അത് എന്തിനാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണത്? എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യണത്? നമുക്ക് മോഡുലസ് വാല്യൂ ആണ് അല്ലേ, മോഡ് വി ആണ്. സോ മോഡ് വി ഈക്വൽ ടു മൈനസ് വി എപ്പോഴാണ്? സീറോയ്ക്ക് താഴെ വരുമ്പോൾ 0 ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ലെസ് ദാൻ 0ൽ വിൻ്റെ വാല്യൂ മൈനസ് വി ആണ്. അതുപോലെ തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ വിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മോഡുലസ് വാല്യൂ വന്ന കാരണം നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റൈസ് ടു ടി വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മോഡ് വി ബൈ ലാംഡ എന്ത് വരും? ഇ റൈസ് ടു വി ബൈ ലാംഡ വരും. കാരണം നെഗറ്റീവ് വാല്യൂ, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 0ൽ വിൻ്റെ വാല്യൂ, മോഡ് വിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു 0ൽ മോഡ് വിൻ്റെ വാല്യൂ മൈനസ് വി ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ മൈനസ് എന്താവും? പ്ലസ് വി ആവും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ 0 ടു ഇൻഫിനിറ്റിയിൽ മോഡ് വിൻ്റെ വാല്യൂ എന്താണ്? വി ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ അതെന്ത് വരും? അതുകൊണ്ടാണ് ടി മൈനസ് വൺ ബൈ ലാംഡ വന്നത്. ഓക്കെ, ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡി വി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇ റൈസ് ടു ടി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ് വരിക. സോ സിമിലർലി ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ മൊത്തം ടേംസും എന്ത് വരും? ഡിനോമിനേറ്ററിൽ വരും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇ റൈസ് ടു മ്യൂ ടി ബൈ 2 ലാംഡ. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ലാംഡ ബൈ 1 പ്ലസ് ലാംഡ ടി പ്ലസ് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ബൈ 1 മൈനസ് ലാംഡ ടി. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ഇ റൈസ് ടു മ്യൂ ടി ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF. സോ നോക്കുമ്പോൾ കുറച്ച് ചെയ്യാനുള്ള പോലെ തോന്നും, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. സോ എന്താണ് MGFൻ്റെ ഫോർമുല എഴുതി, MGFൻ്റെ ഫോർമുല എഴുതിയിട്ട് എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പോണൻഷ്യലിൻ്റെ പവറിൽ ഒരുപാട് വേരിയബിൾ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എക്സ് മൈനസ് യുവിനെ നമ്മൾ വി എന്ന് വിളിച്ചു. സോ ലെറ്റ് വി ഈക്വൽ ടു എക്സ് മൈനസ് യു, ദെൻ ഡി വി ഈക്വൽ ടു ഡി എക്സ് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഓരോ ടേംസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് വി ഇല്ലാത്ത ടേംസിനൊക്കെ ഔട്ട്സൈഡ് എടുത്തു, ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുത്തിട്ട് ദെൻ നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, റേഞ്ച് സ്പ്ലിറ്റ് ചെയ്തു. കാരണം മോഡുലസ് ഫംഗ്ഷൻ ആയ കാരണം മോഡുലസ് ഫംഗ്ഷന് നെഗറ്റീവ് മൈനസ് ഇൻഫിനിറ്റി ടു 0ലും 0 ടു ഇൻഫിനിറ്റിയിലും രണ്ട് വാല്യൂകളാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു, ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ MGF കിട്ടി. ഇനി ഈ MGF നിന്ന് വേണം മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഇതാണ് നമ്മുടെ MX ഓഫ് ടി. ഈ MX ഓഫ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ടിക്ക് 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് 2 തവണ ഇൻ്റഗ്രേറ്റ് അല്ല, മാറിപ്പോയതാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് MGF നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ തവണ
ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എം എക്സ് ഓഫ് ടീനെ ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടും. എം എക്സ് ഓഫ് ടീനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കിട്ടിയാൽ പിന്നെ വേരിയൻസ് ഓഫ് എക്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, need to find mean expectation of x equal to mx of dash t അല്ലെങ്കിൽ mx of t dash at t equal to 0. So mx of t എന്താണ്? e raised to mu t divided by 1 minus lambda square t square ആണ്. ഈ 1 minus lambda square t squareനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ e raised to mu t into 1 minus lambda square t square ഇൻവേഴ്സ് വരും. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ഇ റൈസ് ടു മ്യൂ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മ്യൂ ഇൻറ്റു ഇ റൈസ് ടു മ്യൂ ടി. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ടേം ഓക്കെ, യു വിനെ ആദ്യം യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു അങ്ങനെയല്ലേ. ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു, പ്ലസ് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു. സോ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അറ്റ് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് മീൻ എന്ത് കിട്ടും? മ്യൂ കിട്ടും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ ടേമില്ലേ, ഈ കിട്ടിയ ടേമിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 കൊടുക്കുമ്പോൾ നമുക്ക് മ്യൂ സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ കിട്ടും. ദെൻ വേരിയൻസ് ഓഫ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ കൊടുക്കുക. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? മ്യൂ സ്ക്വയർ ഇതാ മ്യൂ സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ ആണ്. സോ മ്യൂ സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മ്യൂ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ വരുമ്പോൾ മ്യൂ സ്ക്വയർ വരും. സോ മ്യൂ സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയറും ക്യാൻസലായി. ദെൻ 2 ലാംഡ സ്ക്വയർ. അതാണ് വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, 2021 ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ അപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ